പ്ലേയേഴ്സ് ഒക്കെ കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. എല്ലാവരും നോക്കുമ്പോൾ റൊണാൾഡോ ഇങ്ങനെ തൻ്റെ ടീഷർട്ട് ഊരിയിട്ട് നേരെ ഗാലറിയുടെ അടുത്തേക്ക് ഓടുകയാണ്. അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ആരെയോ നോക്കി ഇങ്ങനെ ചെല്ലുകയാണ്. പെട്ടെന്ന് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചാടി താഴത്തേക്ക് വരുന്നു. അയാൾ വന്നതും റൊണാൾഡോ അയാളെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുകയാണ്. ഒരുപാട് നേരം അവർ കെട്ടിപ്പിടിക്കുന്ന, ചെവിയിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അക്കാലത്ത് ഏറ്റവും ഫേമസ് കമന്റേറ്റർ ആയിട്ടുള്ള അലൻ ടൈലർ പറയുന്നുണ്ട്, ദാറ്റ് മസ്റ്റ് ബി സമൺ റിയലി സ്പെഷ്യൽ. അന്ന് തുടങ്ങി എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി, ഇതാരെയാണ് ഈ റൊണാൾഡോ കെട്ടിപ്പിടിച്ചത്. അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായി അത് റൊണാൾഡോയുടെ ചേട്ടനാണ്, സ്വന്തം ബ്രദർ ഹ്യൂഗോ അൽവേരോ. ആ കെട്ടിപ്പിടുത്തത്തിനും കരച്ചിലിനും പുറകിൽ ഒരു പ്രോമിസിന്റെ കഥയുണ്ട്, ഒരു വാഗ്ദാനത്തിന്റെ കഥയുണ്ട്. കുട്ടിക്കാലത്ത് റൊണാൾഡോയേക്കാൾ നല്ല ഫുട്ബോൾ പ്ലെയർ ഹ്യൂഗോ അൽവേരോ ആയിരുന്നു. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് അൽവേരോ എന്തായാലും പോർച്ചുഗൽ ടീമിൽ കയറുമെന്നുള്ളതാണ്. പക്ഷേ ഹ്യൂഗോ അൽവേരോ ആൽക്കഹോളിന് അഡിക്റ്റായി, ഡ്രഗ്സിന് അഡിക്റ്റായി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരുന്നു. റൊണാൾഡോയുടെ അച്ഛൻ 51 വയസ്സിൽ ആൽക്കഹോളിന് അഡിക്റ്റായി മരിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ഒരിക്കൽ പോലും മദ്യത്തിന് അഡിക്റ്റ് ആവില്ല എന്ന് റൊണാൾഡോ തീരുമാനിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അയാളുടെ ചേട്ടൻ ഹ്യൂഗോ അൽവേരോ അച്ഛൻ്റെ അതേ വഴി പിന്തുടർന്നു. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും, പല ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു കാരണമോ ഒരു ബലമോ ഹ്യൂഗോ അൽവേരോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഹ്യൂഗോ റൊണാൾഡോയോട് പറഞ്ഞു, എടാ, ഞാൻ ഈ മദ്യപാനം ഇതിനോടുള്ള അഡിക്ഷൻ നിർത്താൻ പൂർണ്ണമായിട്ട് ശ്രമിക്കാം, നീ എനിക്കൊരു പ്രോമിസ് തരികയാണെങ്കിൽ. റൊണാൾഡോ ചോദിക്കുന്നു, എന്താണ് പ്രോമിസ്? ഇത്തവണ റിയൽ മാഡ്രിഡിന് വേണ്ടി നീ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം. ആ വർഷം 17 ഗോളുകളാണ് ആ സീസണിൽ റൊണാൾഡോ അടിച്ചത്. ടോപ്പ് സ്കോറർ ആയിരുന്നു. ഫൈനലിൽ എത്തിച്ചു. ഫൈനലിൽ അവസാനത്തെ ഗോളും അടിച്ച ആ മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത് തൻ്റെ ചേട്ടനെയാണ്. ഒരുപക്ഷെ റൊണാൾഡോ സന്തോഷം കൊണ്ട് കരഞ്ഞതിന് പുറകിൽ ഈ കപ്പ് നേടിയത് അത് മാത്രമായിരിക്കില്ല, തൻ്റെ ചേട്ടന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ സന്തോഷം കൂടിയായിരിക്കും. ഒരുപക്ഷെ റൊണാൾഡോ ചെവിയിൽ പറഞ്ഞത് ഇതായിരിക്കും, ഐ ഡിഡ് മൈ പ്രോമിസ്, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, ഇനി നിന്റെ ഊഴമാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം റൊണാൾഡോയുടെ ചേട്ടൻ മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം റൊണാൾഡോയുടെ നേതൃത്വത്തിൽ തന്നെ നല്ല ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഇദ്ദേഹത്തിന് കൊടുത്തു. മാത്രമല്ല, മദീറ എന്ന് പറയുന്ന പോർച്ചുഗലിലെ സ്ഥലത്ത് റൊണാൾഡോ മ്യൂസിയം എന്ന് പറയുന്ന സംഭവമുണ്ട്, റൊണാൾഡോന്റെ മ്യൂസിയം. അവിടെ മ്യൂസിയത്തിന്റെ മാനേജറായിട്ട് സ്വന്തം ചേട്ടനെ നിയമിച്ചു. ചേട്ടന് സാലറി കൊടുക്കുന്നത് അനുജനാണ്.